ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈയൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി കസ്റ്റാർഡ് ഡ്രിങ്ക് ആണ് കേട്ടോ. കസ്റ്റാർഡ് റെസിപ്പി ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടാവില്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് ആണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ അതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്തു കേട്ടോ. നമുക്ക് ആദ്യം വേണ്ടത് പാലാണ്. 250 ml പാലെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് മസ്റ്റായിട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മളിത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മിക്സ് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് പാല് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി പോവാം കേട്ടോ. പാല് തിളക്കുന്ന സമയം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഇതിന് വേണ്ടിയിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ അല്പം കൂടിയും ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ കസ്റ്റാർഡ് ഡ്രിങ്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻ കാണും, അതിൽ ഓൾ വേണം കേട്ടോ നിങ്ങൾ പ്രസ് ചെയ്യാൻ. ഓക്കെ, ബൈ.